നമസ്കാരം. ദുഃഖകരമായൊരു വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനുള്ളത്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ന് മേൽ ഭാരതീയരുടെ വിവരങ്ങളൊന്നും ലഭിക്കുവാനില്ല. ഭാരതീയരെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്ന വിവരം. അതിൽ തന്നെ 33ഓളം മലയാളികളും നേപ്പാളിൽ കാണാതായിട്ടുണ്ട്, അല്ലെങ്കിൽ നേപ്പാളിൽ പ്രളയബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ വിശദ വിവരങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് വിദേശകാര്യ മന്ത്രാലയം അടിയന്തര ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പറുകൾ സ്ക്രീനിൽ ഞങ്ങൾ കൊടുക്കാം. എന്നാലും നമ്പർ ഞാനൊന്ന് പറയാം, പ്രേക്ഷകരൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ആദ്യത്തെ നമ്പർ +977 985 131 6807. രണ്ടാമത്തെ നമ്പർ +977 970 910 7500. ആ നമ്പറുകൾ ഒന്ന് സ്ക്രീനിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കാം. ഒന്ന് അടിയന്തരമായി ആരെങ്കിലും ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ നിങ്ങൾക്ക് പരിചയമുള്ളവരെയോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ നിങ്ങൾക്ക് പരിചയമുള്ളവരെയോ ഒക്കെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാനായിട്ട് അങ്ങനെ ആരെങ്കിലും ദൗർഭാഗ്യവശാൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ നമ്പറുകൾ ഉപകാരപ്രദമാകും. അപ്പോൾ ഇനി വിശദ വിവരങ്ങളിലേക്ക് വരാം. 105ഓളം ഭാരതീയരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിക്കാത്തത്. ചൈനീസ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. 6ഓളം വൈദ്യുത വിതരണ സംവിധാനങ്ങൾ, അതായത് ജനറേറ്റർ യൂണിറ്റുകളും എല്ലാം ആ പ്രദേശങ്ങളിൽ തകരാറിലായിട്ടുണ്ട്. വൈദ്യുത വിതരണ സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് ആ പ്രദേശങ്ങളിലെല്ലാം. മാർക്കറ്റുകളെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. ആകെ
600-ന് മേൽ ആളുകളെ കാണാതായിട്ടുണ്ട്. ഇതുവരെ 66-ന് മേൽ മരണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ വിപത്താണ് ഈ മിന്നൽ പ്രളയം നേപ്പാളിൽ വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആ പ്രദേശങ്ങളിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ. ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇപ്പോൾ 36 അംഗ മലയാളി ടൂറിസ്റ്റ് സംഘമാണ്. ഒരു ടൂറിസ്റ്റ് സംഘത്തിലെ അംഗങ്ങളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അവരിൽ ആർക്കും എന്തെങ്കിലും അപകടം സംഭവിച്ചതായിട്ട് ഇതുവരെ യാതൊരു സ്ഥിരീകരണവും വന്നിട്ടില്ല. അവരെല്ലാം അവസാനം നമുക്ക് ഇപ്പോൾ വിവരം ലഭിക്കുമ്പോൾ സുരക്ഷിതരാണ്. കാഞ്ഞങ്ങാട് മുൻ SI പ്രദീപ് ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ടെന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈഷ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട്, സദ്ഗുരുവിൻ്റെ ഈഷ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് നേപ്പാളിലേക്ക് തീർത്ഥയാത്ര പോയിരുന്ന ഒരു സംഘത്തിലെ 66ഓളം പേർ ഈ പ്രളയത്തിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നതായി നമുക്കറിയുവാൻ കഴിയുന്നുണ്ട്. ഒപ്പം 105ഓളം ഭാരതീയരെ കാണാതായിട്ടുമുണ്ട്. കാരണം ഈ നേപ്പാളും ഭാരതവും തമ്മിൽ ഈ വിസയുടെ ആവശ്യമൊന്നുമില്ലാത്തതിനാൽ തീർത്ഥാടന യാത്രകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നിരന്തരം നടക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രക്രിയ സ്ഥിരമായി വർഷം മുഴുവൻ തുടർന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രളയങ്ങളിൽ, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഭാരതീയർ പെട്ടുപോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദൗർഭാഗ്യകരമായൊരു വിഷയമാണ്. എന്നാൽ പോലും ഇപ്പോൾ ആ വാർത്ത പ്രേക്ഷകരെ അറിയിക്കേണ്ട ഒരു കടമ തത്വമൈ ന്യൂസിനുണ്ട്. ഈ ഒരിക്കൽ കൂടി എമർജൻസി നമ്പറുകൾ ഞാൻ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. ആ നമ്പറുകളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ അത് ഉപയോഗിച്ചു കൊള്ളുക. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ പ്രതിനിധികൾ നിരന്തരമായി വിദേശകാര്യ മന്ത്രാലയവുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട്. കേരളത്തിൽ നിന്ന് നമുക്കറിയുവാൻ കഴിയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ ചീഫ് സെക്രട്ടറിയെ വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തര സമ്പർക്കം പുലർത്തുവാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 36 അംഗ മലയാളി സംഘം ആണ് അവിടെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഒപ്പം ഭാരതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 105ഓളം ഭാരതീയരെ കാണാതായിട്ടുണ്ട്. ഒരു പ്രളയ സമാന ദുരിത സാഹചര്യം തന്നെയാണ് നേപ്പാളിലാകെ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്താണ് ഇനി വരും ദിവസങ്ങളിലേക്കുള്ള നടപടികൾ ഭാരതത്തിൻ്റെ ഭാഗത്ത് എന്നുള്ളത് ഇനി തീരുമാനിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നവരെയോ ആരെയെങ്കിലും കാണാതായിട്ടുണ്ട് എങ്കിൽ വിഷമിക്കരുത്. ഈ അടിയന്തരമായി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി സ്ക്രീനിൽ പ്രദർശിപ്പിക്കാം. അവയിൽ ബന്ധപ്പെടുക. തീർച്ചയായും അവർ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് യഥാസമയം തത്സമയം എന്ന പോലെ തന്നെ തത്വമൈ അത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. എന്തായാലും ഇപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് ഇത്ര മാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും അവിടെ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കട്ടെ. അടിയന്തരമായി ഉപയോഗിക്കുവാനുള്ള നമ്പറുകൾ ഉപയോഗിക്കുക. വീണ്ടും നാലാമതൊരിക്കൽ കൂടി ആ നമ്പർ നിങ്ങൾക്കായി പ്രദർശിപ്പിക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഇത്രയും മാത്രം. പുതിയ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് വീണ്ടും നമുക്ക് കാണാം. ഭാരതീയർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നേപ്പാളിൻ്റെ സുരക്ഷയ്ക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു അയൽവാസിയാണ്. തീർത്ഥാടനപരമായും ചരിത്രപരമായും സാംസ്കാരികപരമായും നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയായിരുന്നു. രാഷ്ട്രീയ ബന്ധങ്ങൾ ഇപ്പോൾ ഏത് തലത്തിലുമായിക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യം തന്നെയായിരുന്നു, നമ്മുടെ പ്രദേശം തന്നെയായിരുന്നു അത്. അപ്പോൾ അവർക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതീയർക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ നിന്ന് തീർത്ഥയാത്രയ്ക്ക് പോയ 36 അംഗ സംഘം സുരക്ഷിതരായി മടങ്ങിയെത്തട്ടെ എന്നും പ്രാർത്ഥിക്കാം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.